ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്താണെന്നറിയോ? അയാൾ ഒരു നല്ല മനുഷ്യനാണ്, അയാൾ അങ്ങനെ ചെയ്യില്ല, അയാളെ കുടുക്കിയതാണ് എന്നുള്ളതാണ്. എന്നാൽ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു കാര്യം പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ അയാളുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ശബ്ദ സന്ദേശം കേൾക്കാം, അതിനുശേഷം അയാളുടെ അയൽവാസിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന് കേൾക്കാം. അയാൾ ഭൂലോക ഫ്രോഡാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പോലീസ് സേനയിലുള്ള ആളുകൾക്ക് പോലും പലതും അറിയാമെന്നൊക്കെയാണ്. ആദ്യം നമുക്ക് ആ കോഴിത്തരം ഒന്ന് കേൾക്കാം. ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയ പറയടി. ഞാൻ കഷ്ടപ്പാടും തമ്മിൽ മാറ്റം എന്റെ ജീവനാണ് കാലത്തിന്റെ നോക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? ചായ വന്നോ? പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യോടെ. പ്രോഗ്രാം പേര് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു പരിപാടി അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി പറയാൻ ഒരു പ്രോഗ്രാം വിളിക്കാൻ വേണം കേട്ടോ. ഇതുപോലെ എനിക്ക് ഇതിനെ കാണുന്ന സത്യം ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഒരുപാട് ഇഷ്ടം, താങ്ക് യു. ഇതൊക്കെ കാണുമ്പോ ദിലീപിന്റെ ഏതോ ഒരു സിനിമയിലുള്ള സീൻ എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ മുത്തേ, എനിക്ക് കാണണം വേണ്ടി നിന്നെ. ഈ ഒരു വോയിസിന്റെ അടിയിൽ പോലും സ്വന്തം ഭാര്യക്കാറ്റ് അയച്ച വോയിസ് ആവില്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പ്രോഗ്രാമിൽ ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ. അതായത് ഭാര്യയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത അതാണ്. അതിൽ ഭാര്യയെ കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് പോലും സ്വന്തം ഭാര്യ ഇയാളെ ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതായത് സെപ്പറേറ്റഡ് ആയിരുന്നു ഇവര് എന്നുള്ളത്. ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് പോലും ഇയാള് ജനങ്ങളെ പറ്റിച്ചു. പിന്നീട് അങ്ങോട്ട് ഖുറാനിലെ കുറെ ആയത്തും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നല്ല രീതിയിൽ ആളുകളെ പറ്റിച്ചു എന്നുള്ളതാണ്. പോലീസ് സേനകളിൽ നിന്നാണ്ട് പിരിഞ്ഞു, എന്നതിന് ശേഷം നേരെ ഫുൾ ടൈം ഇതിലേക്കാണ് തിരിഞ്ഞു എന്നുള്ളതാണ്. വലിയ മണ്ടനാണ് ഇയാൾ, വലിയ മണ്ടൻ. ഒരു സർക്കാർ ജോലിയൊക്കെ ആരെങ്കിലും ഉപേക്ഷിക്കുക? സർക്കാർ ജോലി ഉപേക്ഷിക്കുന്നു, വലിയ മോട്ടിവേഷൻ ചെയ്യുന്നതിന്റെ പിന്നിലൂടെ വൃത്തികേടുകൾ ചെയ്യുന്നു. ഇനി ഇതൊന്നല്ല കേൾക്കാൻ കിടക്കുന്നുള്ളൂ ചേട്ടായിയുടെ കുൽസിത ശബ്ദങ്ങൾ. എനിക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാനല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. പിന്നല്ല, അല്ലു അർജുന്റെ ഡയലോഗ് ഓർമ്മയില്ലേ? താജ്മഹലിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാമല്ലോ, അതേപോലെയാണ് എന്നാ പറയുന്നേ. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാമല്ലോ, നിനക്ക് ഇങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിലും. എന്ത് രസമുള്ള കോഴിത്തരം. ഇതൊക്കെ പണ്ടത്തെ സിനിമകളിലുള്ള സാധനങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ പൊന്നെ പിണങ്ങിയിരിക്കുന്നേ? എന്തടാ എന്തടാ? ഞാൻ വരുന്നുണ്ട് പൊന്നെ, എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം. സത്യം. ഇതേപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്റെ കുട്ടിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ മമ്പാടേട്ടോ അങ്ങോട്ട് ഒലിപ്പിച്ച് വിടുകയാണല്ലോ. എനിക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാനല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. പിന്നല്ലേ, അങ്ങോട്ട് സ്നേഹിക്കാലോ, ഇങ്ങോട്ട് മാത്രം സ്നേഹിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സോറി, ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? താജ്മഹലിനെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് സ്നേഹിക്കാം, ഒരു കുഴപ്പമില്ല. എന്റെ വാട്സപ്പ് നോക്കൂ, കണ്ട് ഒലിപ്പിക്കുകയാണ് പണ്ടാരെ പറഞ്ഞ പോലെ. സ്റ്റേജിൽ കയറുന്ന സമയത്ത് എന്ത് ഡയലോഗ് അടിയായിരുന്നു അറിയോ? ഭയങ്കര മോട്ടിവേഷനാണ്. കുട്ടികൾ അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, 16 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ നാറി ഇത് ചെയ്തിട്ടുള്ളത്. അവൻ കുറ്റം സമ്മതിച്ചു കേട്ടോ. കുറ്റം സമ്മതിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആദ്യം എല്ലാ യൂട്യൂബർമാരും വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ ഒരു ചതി എന്ന രീതിയിൽ നമ്മൾ മിണ്ടാതിരിക്കും, പിന്നീട് നമ്മൾ നോക്കുള്ളൂ. ഇപ്പൊ ഒരുപാട് ആള് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ കേസിലൊക്കെ അയാളെ ലോക്കാക്കിയതാണെന്ന് അറിയാം. ആ വീഡിയോ ആരും ചെയ്തിട്ടില്ല, വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നും അയാളെ പോക്സോ പ്രതി എന്ന രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും ചതിയായിരുന്നു. ആളൊന്നും അതിൽ പ്രതിയല്ല. അയാളെ മനഃപൂർവ്വം കുടുക്കിയൊരു കേസായിരുന്നു അതൊക്കെ. ആ കേസിൽ നിന്നൊക്കെ ആള് ഊരി പോന്നിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ മമ്പാടേട്ടൻ അങ്ങനെയല്ല. മമ്പാടേട്ടൻ എങ്ങനെയാണ് എന്ന് കേൾക്കണോ? അയൽവാസി പറഞ്ഞത് കേൾക്കണ്ടേ? കേൾക്കാം. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്തിലാണത്. അത് ശരി. അപ്പൊ പോലീസുകാർക്ക് പോലും അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ? അപ്പൊ തിന്നലെ തുടങ്ങിയല്ലേ മമ്പാടേട്ടൻ? കുറെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ആവണം എന്നാൽ മാത്രമേ ആളുകൾ പറയുള്ളൂ. അതുവരെ പേടിച്ചൊരു മൂലയിലിരിക്കും. ഇനി ഒരാളുകൾ വരുന്ന കമന്റിലുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോ അതിന്റെ അടിയിൽ അയാളുടെ അയൽവാസി ഒരു കമന്റ് ഇട്ടുണ്ട്. എന്താ പറയുന്ന അറിയോ? ഇയാൾ ഭൂലോക ഫ്രോഡാണെന്നും ഇയാൾ ഇത് തന്നെയായിരുന്നു പണിയെന്നും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാമായിരുന്നു എന്നും ഇങ്ങനൊരു കേസ് വന്നപ്പോൾ ആളുകൾ ഞെട്ടിയിട്ടൊന്നുമില്ല, നാട്ടുകാർക്കൊക്കെ അറിയാന്നാ പറയുന്നത്. കൊള്ളാം. എന്തായാലും ബാക്കി മുഴുവനായിട്ടൊന്ന് ശ്രവിക്കുക. എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവേരി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല, ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ കഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാൾ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ?
അതിങ്ങനെ അഴിഞ്ഞു വീഴുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക ദൈവമേ ഇയാൾ ഇത്രയും ഭീകരനായിരുന്നു. ഇയാൾ ശരിക്കും സെക്ഷൽ മാനിയാക്ക. ഈ ശരിക്കും ചാരിറ്റിയുടെ പിന്നിൽ ഒരുപാട് ഊളത്തരങ്ങൾ നടക്കുന്നുണ്ടല്ലേ. പച്ചായം ഗോൾഡിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അയാളെതിരെ വീഡിയോ ചെയ്ത ആളുകൾക്കൊക്കെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ റിമൂവ് ചെയ്യിച്ചു. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതല്ല ചെയ്യുക, കേസാ കൊടുക്കുക. അതൊന്നല്ല ചെയ്തിട്ടുള്ളത്. തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾ മുന്നിൽ കാണിച്ചു കൊടുത്ത ആളുകൾ അപ്പോ കിടന്ന് കൊഞ്ഞലം കുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ മുരാരി തന്ത്രിയുടെ കേസ് കണ്ടില്ലേ. അങ്ങനെ ഓരോ കേസിലും ഇപ്പൊ മുരാരി തന്ത്രിയുടെ കേസിൽ ലൈംഗിക പീഡനം അല്ല എന്നൊക്കെ ചില ആളുകൾ കമന്റ് ചെയ്യുന്നു. ശാരീരികമായിട്ട് ഉപദ്രവിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തായാലും നമുക്കറിയില്ല, അത് വരും ദിവസങ്ങളിൽ അറിയാം. പക്ഷെ ചാരിറ്റിയുടെ മറവിൽ വലിയ രീതിയിൽ ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചിട്ട് ആളുകൾ രംഗത്ത് വന്നു തുടങ്ങി. ഇനി ഒരുപാട് വരുന്ന ആളുകൾ അവകാശപ്പെടുകയാണ്. കാരണം ഒരു തുടക്കം കിട്ടുന്നില്ല അവർക്കും. എല്ലാവർക്കും പേടിയാണ് പല കാര്യങ്ങളും പുറത്ത് പറയാനെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. ഇതാ ശബ്ദ സന്ദേശങ്ങൾ ഓരോന്നോരോന്നായി വരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ അയൽവാസി പറയുന്ന ഈ ശബ്ദം മുഴുവനായിട്ടൊന്ന് കേൾക്കുക നിങ്ങൾ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്തിലാണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു, ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഇടപാട് ഇവരുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പണിങ്ങിപ്പോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകൾ എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഭർത്തൃമതി ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഉപയോഗിച്ചു, അത്യാവശ്യം പൈസ തട്ടിയെടുത്തു എന്നാ പറയുന്നത്. ആ സമയത്താണ് സ്വന്തം ഭാര്യ ഇത് അറിയുന്നു, ആളെ ഒഴിവാക്കി പോകുന്നത് അല്ലെ. സ്വന്തം കുടുംബം നേരാക്കാൻ സമയമില്ല, നാട്ടുകാരെ നന്നാക്കാൻ പോവായിരുന്നു അല്ലെ. ആ പേരും പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പോവായിരുന്നു എന്നുള്ളതാണ്. ഓരോ പ്രോഗ്രാമിന് 1-2 ലക്ഷം രൂപയൊക്കെയാണ് ഇവന് വരുമാനം. അതായത് ഒരു മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യാൻ പോണ സമയത്ത് അയാൾക്ക് 1-2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം വരെ അയാൾക്ക് പൈസ കിട്ടിയെന്നുള്ളതാണ്. പോലീസ് സേനയിൽ നിന്ന് അത്രമാത്രം ശമ്പളമൊന്നും കിട്ടൂല. എന്തായാലും അവസാനം അവിടേക്ക് തന്നെ പോകേണ്ടി വന്നില്ല, ജയിലിലേക്ക്. അപ്പൊ ഇതാണ് ഫിലിപ്പ് മമ്പാട്. ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചിട്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഇരിക്കണം. നമ്മൾ നല്ല അടിപൊളിയാണെന്ന് കരുതുന്ന ആളുകളൊക്കെ അടിപൊളിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം മകളെ പീഡിപ്പിച്ച ഒരു അച്ഛനെ കുറിച്ചിട്ട്. അതായത് വീട്ടിനകത്ത് തന്നെ ഉണ്ട് പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് നമ്മളെ മക്കളെ അയക്കുന്ന സമയത്തുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിക്കണ്ടേ. മുരാരി തന്ത്രിയുടെ അവസ്ഥ ഉണ്ടില്ലേ, മമ്പാടിന്റെ അവസ്ഥ ഉണ്ടില്ലേ. ഇവരൊക്കെ ഈ രീതിയിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാരണം നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണെന്നുള്ളതാണ്. റിയൽ ലൈഫിൽ ഇവരെന്താണെന്ന് ചുറ്റിലും ഒന്ന് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നാട്ടുകാരെ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഇയാളുടെ അടുത്തുള്ള ആളുകളല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. മുൻകൂട്ടിയിട്ട് നമുക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുക എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ. ആള് പോലീസുകാരോട് കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും വെളുപ്പിക്കാതിരിക്കുക. വെളുപ്പിച്ച് നിങ്ങൾ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? ഓരോ ദിവസവും ഓരോന്ന് വരുന്നുണ്ട്. ഇനിയും ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പുറത്ത് വരാനുണ്ടാവും. വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.